മിശിഹായിൽ പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണ്? അനുതപിക്കുന്ന ഒരു ഹൃദയം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. ആരാണ് കർത്താവിൻ്റെ കരുണയ്ക്ക് പാത്രമായി തീർന്നിട്ടുള്ളവർ? സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു എന്ന് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറായ സക്കേവൂസ്. യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞ വലതുവശത്തെ കള്ളൻ. എന്നാൽ മറ്റൊരു കൂട്ടരെയും വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. ഞാൻ കൽപ്പനകൾ പാലിക്കുന്നവനാണ്, ദശാംശം കൊടുക്കുന്നവനാണ് എന്നൊക്കെ തങ്ങൾ ചെയ്ത സത്കർമ്മങ്ങളുടെ പട്ടിക കർത്താവിൻ്റെ മുമ്പിൽ നിരത്തി വയ്ക്കുന്നവർ. അത്തരക്കാരോട് കർത്താവ് എന്താണ് പറഞ്ഞത്? നിനക്ക് ഒരു കുറവുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഫരിസേയന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന ചോദ്യവുമായി കർത്താവിനെ സമീപിച്ച ധനികനായ യുവാവിൻ്റെ കഥ ഒക്കെ വിവരിക്കുന്നത് തങ്ങളുടെ കുറവുകളെ തിരിച്ചറിയാതെ പോയ മനുഷ്യരെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നന്മ പ്രവൃത്തിയുടെ വലിപ്പം നോക്കിയല്ല കർത്താവ് നമ്മോട് കൃപ കാണിക്കുന്നത്. കൃപ കർത്താവിൻ്റെ ദാനമാണ്. അനുതപിക്കുന്ന പാപികളെ തേടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. പാപിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അനുതപിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. കുറവുകളെ കണ്ടെത്താനുള്ള ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം. പ്രഭാഷകൻ 21:7 പറയുന്നു, ജ്ഞാനി തൻ്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു എന്ന്. ഒരു കഥയുണ്ട്. ഒരു ഗുരുവിനോട് തൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, ചിലർ ജീവിതത്തിൽ കഠിനമായി പരിശ്രമിച്ചിട്ടും എന്തുകൊണ്ട് വിജയിക്കുന്നില്ല? ഗുരു ഒന്നും പറയാതെ ഒരേ രൂപത്തിലുള്ള 2 കുടങ്ങൾ കൊണ്ടുവന്നു. പിന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ 2 കുടവും പുഴയിലെ വെള്ളത്തിലേക്ക് ഇടാൻ. ശിഷ്യന്മാർ അങ്ങനെ ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം അവർ ശ്രദ്ധിച്ചു, ഒരു കുടം പതുക്കെ താഴേക്ക് മുങ്ങിപ്പോയി, മറ്റേ കുടം വെള്ളത്തിൽ പൊങ്ങി നിന്നു. ഗുരു ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ശിഷ്യന്മാർ പരിശോധിച്ചപ്പോൾ കണ്ടു, മുങ്ങിപ്പോയ കുടത്തിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ. അപ്പോൾ ഗുരു പറഞ്ഞു, ജീവിതത്തിൽ വിജയിക്കാൻ മനുഷ്യൻ തൻ്റെ ചെറിയ കുറവുകൾ പോലും കണ്ടെത്തി തിരുത്തണം. പ്രിയമുള്ളവരെ, നമുക്കും കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിലായിരുന്ന് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. ധനികനായ യുവാവ് കർത്താവിനെ കണ്ടെത്തിയപ്പോഴാണ് കർത്താവ് അവൻ്റെ കുറവ് അവന് കാണിച്ചു കൊടുത്തത്. അവരൻ്റെ തെറ്റുകളിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്നതിന് പകരം നമുക്ക് ആത്മപരിശോധന ചെയ്യാം. കർത്താവിനെയും എന്നെയും തമ്മിലകറ്റുന്ന എൻ്റെ കുറവുകൾ എന്തൊക്കെയാണ്? എൻ്റെ ജീവിതത്തിൽ നിന്ന് കൃപകൾ ചോർത്തിക്കളയുന്ന എൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? അവ കണ്ടെത്തി പരിഹരിച്ച് കർത്താവിങ്കിലേക്ക് കൂടുതൽ തീഷ്ണതയോടെ അടുക്കാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിക്കുന്നു. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.